മരങ്ങളും വള്ളികളുമെല്ലാം കത്തിയമർന്നതു കാരണം വീടെവിടെയായിരുന്നു എന്നതുപോലും തിരിച്ചറിയാൻ പ്രയാസം. വീടിരുന്ന സ്ഥലത്ത് തറയും ഇപ്പോഴും പുകഞ്ഞുകൊണ്ടിരിക്കുന്ന ചില മുളങ്കമ്പുകളും മാത്രം. വിറകൊള്ളുന്ന മനസ്സോടെ ശംഭു അവശിഷ്ടങ്ങൾക്കിടയിൽ കത്തിക്കരിഞ്ഞ ശരീരഭാഗങ്ങളുണ്ടോ എന്നു പരതി. ഒന്നും കാണാഞ്ഞ് ശംഭുവിൽ ആശ്വാസത്തിന്റെ നിശ്വാസമുതിർന്നു. ശംഭു ചുറ്റുപാടും നോക്കി. അവശേഷിച്ച ഉയരമുള്ള ഒരു മരം ഒറ്റപ്പെട്ടു നിൽക്കുന്നുണ്ട്. വീടിനടുത്തുണ്ടായിരുന്ന സപ്തപർണി. അതിനെ ആക്രമിക്കാൻ അഗ്നിക്ക് കഴിഞ്ഞിട്ടില്ല. ആശ്രമമുണ്ടായിരുന്ന പ്രദേശവും കത്തിയമർന്നിരിക്കുന്നു. വീടിനടുത്തുണ്ടായിരുന്ന പൊയ്കയിലെ താമരയിലകൾക്ക് അഗ്നിയിൽ നിന്നും രക്ഷപ്പെടാനായിരിക്കുന്നു. എന്നാൽ ഇലകളിലും ചാരം വീണിരിക്കുന്നു. കത്തിപ്പടർന്നുവന്ന ഇലകളുടെ തീ വീണ് ചില ഇലകളുടെ ഭാഗങ്ങൾ വാടിപ്പോയി. ചില ഇലകളുടെ ചാരം മൂടിയിരിക്കുന്നു. ജലത്തിൽ വീണ ചാരം കാറ്റേറ്റ് കുറേയൊക്കെ കരയിലേക്ക് നീങ്ങിയിരിക്കുന്നു. ശംഭുവിന്റെ മനസ്സിൽ അനേകം ചോദ്യങ്ങൾ ഉയരുന്നുണ്ടായിരുന്നു. അച്ഛനും അമ്മയും മറ്റും രക്ഷപ്പെട്ടിരിക്കുമോ? ആശ്രമത്തിലെ ഗുരുവും ശിഷ്യന്മാരുമെല്ലാം എവിടെ പോയിരിക്കും? ആരെല്ലാം രക്ഷപ്പെട്ടു കാണും? തന്റെ കൂടെ കാട്ടിൽ ഫലങ്ങൾ പറിക്കാൻ വന്ന കൂട്ടുകാർ എവിടെ പോയിട്ടുണ്ടാകും? ശംഭു പൊയ്കയിലേക്കിറങ്ങി. ചാരം വകഞ്ഞുമാറ്റി 3-4 കുമ്പിൾ ജലം കുടിച്ചു. ഹാവൂ, എന്തൊരാശ്വാസം! നടക്കാൻ തിരിഞ്ഞ ശംഭു അത്ഭുതത്തോടെ ജലത്തിലേക്ക് നോക്കി. ജലത്തിൽ അപ്പുറത്തെ വശത്തായി ഒരു താമരപ്പൂ വിരിഞ്ഞു നിൽക്കുന്നു. ചുറ്റുപാടുമെല്ലാം അഗ്നിയുടെ ഭീകരതാണ്ഡവം നടന്നെങ്കിലും ആ പൂവിന് യാതൊരു കൂസലുമില്ല. ഇതളുകളിൽ പറ്റിയ നീർക്കണങ്ങൾ വെയിലേറ്റ് തിളങ്ങുന്നു. ചെറിയ കാറ്റിൽ ആടി നിൽക്കുന്നു. പ്രകൃതിയുടെ പ്രതീക്ഷ പൊട്ടിവിരിഞ്ഞതുപോലെ മനോഹരമായി. ശംഭു വീണ്ടും വീടുള്ള ഭാഗത്തേക്ക് നടന്നു. എല്ലാം കത്തിച്ചാമ്പലായിരിക്കുന്നു. ചട്ടികളും കലങ്ങളുമെല്ലാം കിടപ്പുണ്ട്. കുറേ ഭാഗം അവശിഷ്ടങ്ങളും ചാരവും മൂടിക്കിടക്കുന്നു. ബാക്കി ഒന്നും അവശേഷിച്ചിട്ടില്ല. തത്തമ്മ കിടന്ന കൂട് താഴെ തുറന്നു കിടക്കുന്നുണ്ട്. അതിന് രക്ഷപ്പെടാനായി കാണുമോ? കൂട്ടിനുള്ളിൽ അതിന്റെ അവശിഷ്ടമൊന്നും കാണാനില്ല. തന്നെ കാണാതെ അച്ഛനും അമ്മയും ഏറെ വിലപിച്ചിട്ടുണ്ടാകുമെന്ന് ശംഭുവിന് തോന്നി. അവർ എങ്ങോട്ട് പോയി കാണും? വീടിന്റെ തറയും പരിസരവുമെല്ലാം ശംഭു നടന്നു പരിശോധിച്ചു. ആരൊക്കെയോ നടന്ന കാൽപ്പാടുകൾ കാണാനുണ്ട്. അഗ്നിയുടെ താണ്ഡവത്തിനു ശേഷവും ഇവിടെ ആരെല്ലാമോ വന്നിട്ടുണ്ട്. കത്തിയമരാതെ ഒന്നും അവശേഷിച്ചിട്ടില്ല. താളിയോലകൾ, ഇലച്ചാറിൽ മുക്കാനുണ്ടാക്കിയിരുന്ന മൺതോണി അവിടെയുണ്ട്. ഇലഞ്ഞിമരത്തിന്റെ കമ്പുകൾ കത്തിപ്പോയിരിക്കുന്നു. തടി നിന്ന് പുകയുന്നുണ്ട്. ശംഭു അതിൽ കൈ ചുറ്റി കുറേ നേരം നിന്നു. ഇനി താൻ ഇവിടെ നിന്നിട്ട് കാര്യവുമില്ല. ജനവാസമുള്ള എവിടേക്കെങ്കിലുമായിരിക്കണം എല്ലാവരും പോയിട്ടുണ്ടാകുക. എവിടെയെങ്കിലും അച്ഛനെയും അമ്മയെയും കണ്ടെത്താനാകുമോ? ശംഭു ആശ്രമം ഉണ്ടായിരുന്നിടത്തേക്ക് നടന്നു. അവിടെയും ഒന്നും അവശേഷിച്ചിട്ടില്ല. ചിലയിടങ്ങളിൽ നിന്നും പുക ഉയരുന്നുണ്ട്. ഓലയും മുളങ്കമ്പുകളുമെല്ലാം കത്തിയമർന്നിരിക്കുന്നു. മുറ്റത്ത് ഒരു കല്ലിന്മേലിരുന്നു. മനസ്സിൽ 100 ചിന്തകൾ മിന്നിമറഞ്ഞു. അച്ഛനും അമ്മയുമൊത്ത് ഈ ആശ്രമത്തിനരികിൽ സന്തോഷമായിട്ടാണ് കഴിഞ്ഞിരുന്നത്. അമ്മ വീട്ടുകാര്യങ്ങൾ നോക്കി. അച്ഛൻ ആശ്രമത്തിലേക്ക് ആവശ്യമുള്ള പല സാധനങ്ങളും എത്തിച്ചു കൊടുക്കുമായിരുന്നു. താളിയോലകളും പാലും മറ്റും വീട്ടിൽ നിന്നാണ് എത്തിച്ചിരുന്നത്. ഈ മുറ്റത്താണ് താൻ ഓടിക്കളിച്ചു വളർന്നത്. ആശ്രമബാലന്മാർ കൂട്ടായിരുന്നു. പക്ഷെ എന്തുകൊണ്ടോ താൻ ആശ്രമത്തിലെ അന്തേവാസിയായില്ല. വീട് അടുത്തു തന്നെ ആയതുകൊണ്ടായിരിക്കണം. ഇപ്പോൾ വീടും ഇല്ലാതായി, ആശ്രമവും ഇല്ലാതായി. തനിക്കിനി ആരാണുള്ളത്? അച്ഛനും അമ്മയും എങ്ങോട്ട് പോയിട്ടുണ്ടാകും? അവരും തീയിൽ പെട്ടിട്ടുണ്ടാകുമോ? ആശങ്കയും സങ്കടവും കാരണം ശംഭുവിന് മനസ്സിനെ നിയന്ത്രിക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. ഇനി എവിടേക്ക് പോകും? അച്ഛനും അമ്മയും തന്നെ അന്വേഷിക്കുന്നുണ്ടാകും. എല്ലാവരുടെയും കൂട്ടത്തിൽ തന്നെ കാണാഞ്ഞ് താൻ തീയിൽ പെട്ടിരിക്കും എന്ന് കരുതിയിട്ടുണ്ടാകുമോ? എങ്ങോട്ട് പോകണമെന്നറിയാതെ ശംഭു ശങ്കിച്ചു നിന്നു. ആരോടും ചോദിക്കാനില്ല. ഈ ഗുരുകുലമായിരുന്നു അച്ഛനെയും അമ്മയെയും ഇവിടെ താമസിക്കാൻ പ്രേരിപ്പിച്ചിരുന്നത്. ഗുരുകുലം ഗ്രാമത്തിൽ നിന്ന് അല്പം വിട്ട് വനഭൂമിയോട് ചേർന്ന് പ്രകൃതിരമണീയമായ സ്ഥലത്താണ് സ്ഥാപിച്ചിരുന്നത്. അവിടെ പല ജോലികളും കാര്യങ്ങളുമായി കൂടിയതാണ് പിതാവ്.
ഇപ്പോൾ ഗുരുകുലം തീർത്തും കത്തി നശിച്ചിരിക്കുന്നു. വനത്തിൽ കായ്കനികൾ തേടിപ്പോയവർ എങ്ങോട്ടെങ്കിലുമൊക്കെ ഓടി രക്ഷപ്പെട്ടിരിക്കാം. അല്ലെങ്കിൽ അഗ്നി വിഴുങ്ങിയിരിക്കാം. തന്റെ മാതാപിതാക്കളും ഒരുപക്ഷേ അഗ്നിക്കിരയായി കാണാം എന്ന ചിന്ത വീണ്ടും ഉയർന്നു വന്നപ്പോൾ ശംഭു ഞെട്ടി. ശംഭു വീണ്ടും പൊയ്കയിലെത്തി. 2-3 കവിൾ ജലം കുടിച്ചു. പിന്നീടെങ്ങോട്ടും പോകാൻ മനസ്സില്ലാത്തതുപോലെ അവിടെയൊക്കെ ചുറ്റിപ്പറ്റി നിന്നു. പക്ഷേ പോകാതെ ഇവിടെ നിന്നിട്ട് കാര്യമില്ല. അവസാനം നിവൃത്തിയില്ലാതെ ലക്ഷ്യമില്ലാതെ നടന്നു. എവിടെയെത്തുമെന്നറിയില്ല. അഗ്നി ഈ ലോകത്തെ മുഴുവൻ വിഴുങ്ങിയിട്ടുണ്ടാവില്ല. കാൽ പൊള്ളാതെ ചവിട്ടാം എന്ന് തോന്നിയ ഇടങ്ങളിൽ ചവിട്ടി ശംഭു നടന്നു. ചിലയിടങ്ങളിൽ കഴുകന്മാർ പറന്നുയരുന്നുണ്ട്. തീയിൽപ്പെട്ട കാട്ടുമൃഗങ്ങളുടെ അവശിഷ്ടങ്ങളുടെ മേൽ അവ പറന്നിറങ്ങി കൊത്തിവലിക്കുന്നു. ശംഭുവിന് ഭയം തോന്നി. താനും ചിലപ്പോൾ അവയ്ക്ക് ഇരയായേക്കാം. ഒരുപക്ഷേ ചത്ത ജന്തുക്കളെ കിട്ടുവോളം തന്നെ ആക്രമിക്കണമെന്ന് അവയ്ക്ക് തോന്നുകയില്ലെന്ന് ആഗ്രഹിക്കാം. അറ്റം അപ്പോഴും പുകഞ്ഞുകൊണ്ടിരിക്കുന്ന നീളമുള്ള ഒരു കമ്പ് ശംഭു കയ്യിലെടുത്തു. രക്ഷയ്ക്കായി എന്തെങ്കിലും വേണമല്ലോ. സന്ധ്യയ്ക്ക് മുമ്പേ ജനവാസമുള്ള എവിടെയെങ്കിലും എത്തിയേ തീരൂ. അടുത്തെവിടെയോ രാമപുരം എന്നൊരു ഗ്രാമമുള്ളതായി അച്ഛൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അവിടെ എത്താൻ സാധിക്കുമോ? കത്താത്ത വനപ്രദേശത്തെങ്കിലും. അല്ലെങ്കിൽ അപകടത്തിൽപ്പെടും. താനും കഴുകന്മാർക്കോ മറ്റു കാട്ടുമൃഗങ്ങൾക്കോ ഇരയായി മാറും. സൂര്യൻ അസ്തമിക്കാറായപ്പോഴേക്കും ശംഭു അങ്ങിങ്ങ് പച്ചപ്പ് അവശേഷിച്ച സ്ഥലത്തെത്തിച്ചേർന്നു. ഇവിടെ മരങ്ങൾ കുറവായിരുന്നതുകൊണ്ട് തീ ഇവിടേക്ക് പകർന്നിട്ടില്ല. ഉണക്കപ്പുല്ലുകൾ കത്തിയമർന്ന് ക്രമേണ അണഞ്ഞുപോയിരിക്കുന്നു. ആളിപ്പടരാൻ മരങ്ങളില്ലാത്തതുകൊണ്ട് അഗ്നി ശമിച്ചു. അങ്ങിങ്ങു നിന്ന കുറ്റിച്ചെടികളിലേക്ക് തീ പടർന്നിട്ടില്ല. കുറച്ചപ്പുറം ഗ്രാമീണരുടെ കൃഷിയിടങ്ങൾ കണ്ടു. വിളയാറായി കിടക്കുന്ന ചില കിഴങ്ങുകൾ മാന്തി തിന്നു. ശംഭുവിന് ആശ്വാസം തോന്നി. വിശപ്പിന് അല്പം ശമനമായി. അടുത്തെവിടെയെങ്കിലും ജനപദങ്ങൾ കാണാതിരിക്കില്ല എന്നു ചിന്തിച്ച് മുന്നോട്ടു നടന്നു. കൃഷിയിടങ്ങളിൽ ആരെയും കണ്ടില്ല. അസ്തമിക്കാറായതുകൊണ്ട് എല്ലാവരും വീടുകളിലേക്ക് മടങ്ങിയിരിക്കണം. ശംഭു ഒറ്റയടിപ്പാതയിലൂടെ നടന്നു. വീണ്ടും വനത്തിലാണ് എത്തിയത്. താൻ മറുവശത്തേക്കായിരുന്നു നടക്കേണ്ടിയിരുന്നത്. പക്ഷേ ഒറ്റയടിപ്പാത മുന്നോട്ടു നയിച്ചു. ശംഭുവിന് ഭയം തോന്നി. ഈ വനത്തിന് അവസാനമില്ലേ? ആശങ്കയോടെ ശംഭു മുന്നോട്ടു നടന്നു. ഒരു നദിയുടെ തീരത്താണ് എത്തിയത്. പണ്ടെന്നോ അച്ഛൻ്റെ കൂടെ ഇവിടെ വന്നിട്ടുണ്ട്. അതെ, ക്ഷിപ്രാ നദി. ആളുകൾ ഇതിനെ ക്ഷിപ്രയെന്നും പറയുമെന്ന് പിതാവ് പറഞ്ഞിരുന്നു. അന്ന് ഈ നദി നിറയെ ജലമുണ്ടായിരുന്നു. ഇപ്പോൾ കുറവാണ്. കുറേ ഭാഗം മണൽപ്പുറമായിരിക്കുന്നു. അവിടവിടെ പാറക്കല്ലുകൾ ജലത്തിന് മുകളിൽ കാണാം. ജലം പാറകളിൽ തട്ടി കോലാഹലത്തോടെ ഒഴുകുന്നു. ശംഭു മണൽപ്പുറത്തേക്ക് നടന്നു. വളരെ ഭയപ്പെടേണ്ട സ്ഥലമാണ്. വനഭൂമിയോട് ചേർന്ന പ്രദേശമാണ്. നദിയിൽ ജലം കുടിക്കാൻ വന്യമൃഗങ്ങൾ ഇറങ്ങിവരാം. കാട്ടുതീ കാരണം അവിടെ നിന്നും മൃഗങ്ങൾ ഈ ഭാഗത്തേക്ക് ഓടിപ്പോന്നിട്ടുണ്ടാകാം. എത്രയും വേഗം അവിടെ നിന്നും രക്ഷപ്പെടണമെന്ന് ശംഭുവിന് തോന്നി. പല തീർത്ഥാടന കേന്ദ്രങ്ങളും നദീതീരങ്ങളിലുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. ഈ നദിയിലൂടെ യാത്ര ചെയ്താൽ ഏതെങ്കിലും തീർത്ഥാടന കേന്ദ്രത്തിലെത്താം. അല്ലെങ്കിൽ ജനവാസമുള്ളിടത്തെത്താം. ഏതെങ്കിലും ക്ഷേത്രങ്ങളോ സത്രങ്ങളോ ഉണ്ടാകും. തൽക്കാലം മറ്റു മാർഗങ്ങളൊന്നുമില്ല. പക്ഷേ നദിയിലൂടെ എങ്ങനെ യാത്ര ചെയ്യും? ശംഭു നദിയുടെ ഇരുദിശകളിലേക്കും നോക്കി. നൗകകളോ ചങ്ങാടങ്ങളോ ഒന്നും കാണാനില്ല. ഇരുപുറവും കാണുന്നിടത്തോളം ദൂരം വനപ്രദേശമാണ്. ജലം കുടിക്കാൻ ഏതെങ്കിലും വന്യമൃഗങ്ങൾ ഇറങ്ങി വന്നാൽ താൻ അവയ്ക്ക് ആഹാരമായി മാറാം. എത്രയും വേഗം ഇവിടെ നിന്നും രക്ഷപ്പെടണം. ശംഭു ആകാംക്ഷയോടെ ചുറ്റും കണ്ണോടിച്ചു. അല്പം മാറി മണൽത്തിട്ടയിൽ നദിയിൽ ഒഴുകിയെത്തിയ ഒരു മരം കിടക്കുന്നുണ്ട്. എന്നോ ഒഴുകി വന്നടിഞ്ഞത്, ഉണങ്ങിയത്. 2-3 കഷ്ണങ്ങൾ കൂടി കിട്ടിയാൽ ചേർത്തുകെട്ടി ചങ്ങാടമാക്കി നദിയിലിറക്കാം. ശംഭു മണൽത്തിട്ടയിൽ അങ്ങോളം ഇങ്ങോളം നടന്ന് 2-3 മരക്കഷ്ണങ്ങൾ കൂടി സംഘടിപ്പിച്ചു. തീരത്തേക്ക് നടന്ന് മരങ്ങളിൽ പടർന്നു കിടന്ന വള്ളികൾ പറിക്കാൻ ശ്രമിച്ചു. കല്ലിനുമേൽ വള്ളി വെച്ച് കല്ലുകൊണ്ടടിച്ചു മുറിച്ചെടുത്തു. സൂര്യൻ അസ്തമിക്കും മുമ്പ് ശംഭു മരത്തടികൾ കൂട്ടിക്കെട്ടി ഒരു ചങ്ങാടമുണ്ടാക്കി.
ഭയം ശംഭുവിനെ അസ്തപ്രജ്ഞനാക്കുന്നുണ്ടായിരുന്നു. എങ്കിലും മറ്റു മാർഗമൊന്നുമില്ല. താൻ ജനിച്ചു വളർന്ന സ്ഥലം വിട്ടു